നമസ്തേ. ഞാനുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച പലയിടങ്ങളിലും നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ടാകും, ഇല്ലെന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുമ്പോൾ ഇത്രയും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ പലയിടങ്ങളിലും കാര്യം എന്താണെന്ന് അറിയാതെ ചർച്ചയിലേക്ക് പോകുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും, എൻ്റെ അച്ഛൻ ഒരു നൃത്ത അധ്യാപകനാണ്. അതും ക്ഷേത്രകലയായിട്ടുള്ള ഭരതനാട്യവും മൂഞ്ഞാട്ടവും കുച്ചിപ്പുടിയും ഒക്കെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു നൃത്ത അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ നൃത്തം അഭ്യസിച്ച് വരികയാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസം 14-ാം തീയതി എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റുഡൻസിന്റെ നൃത്ത അരങ്ങേറ്റമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച്. അന്ന് പരിപാടിക്ക് പോയപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് ഞാനൊരു ഡാൻസ് വീഡിയോ, അതും ക്ലാസിക്കൽ ഡാൻസ് വീഡിയോ എടുത്ത് അത് റീലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റീൽ ഞാനൊരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് പോസ്റ്റ് ചെയ്തത്. നിലവിൽ ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് വീഡിയോകൾ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. ആ വിധി വന്നതിന് ശേഷമാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തത്. നേരത്തെ എടുത്തിരുന്ന വീഡിയോ ആണെങ്കിൽ ആ വിധിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് പലരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് രാവിലെ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരു വ്യക്തി എഴുതിയിട്ട ഒരു പോസ്റ്റ് വളരെ അനാവശ്യമായിട്ട് പല ഗ്രൂപ്പുകളിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് പല ആളുകൾ ഷെയർ ചെയ്യുകയും അത് റീപോസ്റ്റ് ചെയ്യുകയും സത്യം എന്താണ് കാര്യം എന്നറിയാതെ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള അദീന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഈ കോടതി വിധി വന്നതിന് ശേഷവും വന്ന് വീഡിയോസ് ചിത്രീകരിച്ച് ഇട്ടിട്ടുണ്ട്. എന്താ അവർക്ക് മാത്രം പ്രത്യേകത എന്ന് ചോദിച്ചിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കോടതി വിധി വന്നതിന് ശേഷമാണ് ശരിയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ആ വീഡിയോ ഞാൻ ചിത്രീകരിച്ചത് കോടതി വിധി വരുന്നതിന് മുൻപാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു ക്രിസ്തുമത വിശ്വാസിയാണെന്നാണ്. എന്നെ അറിയുന്നവർക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ നൃത്തത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഒരുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. എൻ്റെ ഒരാളുടെ വാശിയുടെ പുറത്താണ് വീട്ടുകാരെ മുഴുവനും വെറുപ്പിച്ച് എൻ്റെ അച്ഛനെ പള്ളിയിൽ കൊണ്ടുപോയി അടക്കാതെ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം സേവാഭാരതിയെ വിളിച്ചുകൊണ്ടെന്ന് ഹൈന്ദവ ആചാരപ്രകാരം അദ്ദേഹത്തിന് ശേഷക്രിയകളെല്ലാം നടത്തിയത്. പിന്നെ ഞാൻ ക്ഷേത്രമുറ്റത്ത് നിന്ന് എന്തോ തോന്നിയവാസം കാണിച്ചു എന്ന് എഴുതിവിടുന്നവരുണ്ട്. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഞാൻ കളിച്ചത് ഒരു ക്ഷേത്ര കലയായിട്ടുള്ള കുച്ചിപ്പുടിയാണ്. അത് എങ്ങനെയാണ് തോന്നിയവാസം ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കലയെ ആസ്വദിക്കാൻ സഹൃദയർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സഹൃദയരല്ലാത്ത ആളുകളോട് കലയെപ്പറ്റി സംസാരിച്ച് തർക്കിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച? ഒരേ സംഘടനയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിഷയാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ സ്വയം കോമാളികളാവുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേറൊരു വിഷയത്തിലേക്ക് പോകാതെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് കുറച്ച് പേർക്ക് സമാധാനം കിട്ടുവാണെങ്കിൽ എന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചില ആളുകൾ സംസാരിക്കുന്നത് ഞാൻ എന്തോ പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തു, വന്ന് മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ്. ഞാൻ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ വിധി വരുന്നതിന് മുൻപ് ഞാൻ ഇട്ട വീഡിയോ ഇപ്പോഴും എന്റെ പ്രൊഫൈലിൽ തന്നെ കിടപ്പുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഡാൻസ് വീഡിയോ ചെയ്ത് റീൽ ഇടുന്ന ഒരുപാട് നർത്തകരുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ അയച്ചു തരാം. കോടതി വിധി വന്നതിന് ശേഷം വീഡിയോസ് ചിത്രീകരിക്കുന്നത് തെറ്റാണ്, ശരിയാണ്. പക്ഷെ അതിന് മുൻപ് ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ ആളുകൾ നൃത്തം ചെയ്യുന്നതും എല്ലാം ഈ പറയുന്ന ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ്. ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിരന്തരമായിട്ട് നൃത്ത പരിപാടികൾ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുച്ചിപ്പുടിയുടെ വേഷമായിട്ടല്ല ആ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് ഒരു കുച്ചിപ്പുടി കളിച്ചൊരു വീഡിയോ എടുത്തിട്ടത് എന്ന് പറഞ്ഞിട്ട് വളരെ അനാവശ്യമായിട്ട് അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഇത്രയേറെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളും ഇത്രയേറെ സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളും നിലനിൽക്കവേ ഇത്രയും അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളെ വലിച്ചഴിച്ച് ഇത്രയും ആശയ ദാരിദ്ര്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ പരസ്പരം ഒഴിവാക്കുക. ഇനി ഇതിനെപ്പറ്റി ആർക്കെങ്കിലും കൂടുതൽ ക്ലിയറൻസ് വേണമെങ്കിൽ എന്നോട് വന്ന് ചോദിക്കുക, ഞാൻ അതിനുള്ള ഉത്തരം പറയാം. എന്തായാലും ഒരുപാട് പേരുടെ അഭിപ്രായത്തെ മാനിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചിത്രീകരണങ്ങൾ പാടില്ല എന്നുള്ള കോടതി വിധിയെയും മാനിച്ചുകൊണ്ട് ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.